ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിന്നൊരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ മുറ ഇനത്തിൽപ്പെട്ട പോത്തിനെ ഞാൻ കണ്ടായിരുന്നു. കാര്യം ഇതാണ് ഒറിജിനൽ പോത്ത്. കേരളത്തിൻ്റെ കാലാവസ്ഥ അനുയോജ്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ഇനമാണ് മുറ. അതുപോലെ തന്നെ ഇത് ഹരിയാനയിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ നിറയെ പോത്തുകളുണ്ടെങ്കിലും പക്ഷേ ഈ മുറ ഇനത്തിൽപ്പെട്ടത് വളരെ അപൂർവമാണ്. ഇതാണ് ഒറിജിനൽ പോത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ എരുമവർഗത്തിൽപ്പെട്ടതിന് നിറയെ പാൽ ഉൽപാദന ശേഷിയും കൂടുതലാണ്. ഓക്കെ, ഇതാണ് ആള്. ഇത് അതുപോലെ തന്നെ ഇതിന് പ്രത്യേകത വെച്ചാൽ ഭയങ്കര കറുപ്പായിരിക്കും. ഭയങ്കര കറുപ്പ്, എണ്ണ കറുപ്പ് എന്നാലും ഭയങ്കര അഴകായിരിക്കും ഇതിനെ കാണാൻ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലപോലെ ഇണങ്ങും. വളരെ ഒരു സൗമ്യ സ്വഭാവമാണ് കൂടുതലും ഇവറ്റകൾക്ക്. മുറ ഇനത്തിൽപ്പെട്ട ഒരു കേരളത്തിൽ ഏകദേശം ഒരു വലിയൊരു ഭീമൻ പോത്തിനെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ്. ഇതിന്റെ പേര് ഭീമ എന്നാണ് കേട്ടോ. ഇതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പ് വളഞ്ഞിരിക്കും. ഈ മുറയുടെ പോത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കൊമ്പ് വളഞ്ഞിരിക്കും. അതുപോലെ തന്നെ എണ്ണ കറുപ്പായിരിക്കും. ഭയങ്കര അഴകായിരിക്കും. ഭയങ്കര സൗമ്യ സ്വഭാവം. നമ്മളൊന്നും ചെയ്യുന്നില്ല. കണ്ടില്ലേ, വളരെ കൂളായിട്ടാണ് നിന്നിരുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. മുറ കണ്ടോ, ഹെവി. അണ്ടേ കയറി ഇരിക്കാൻ പറ്റൂ ഇനി. കണ്ടോ, പേടിയാ. കണ്ടില്ലേ, അത്രത്തോളം ഇണങ്ങിയതാണെന്ന് തോന്നുന്നു. ആവാം, ഇത് പൊതുവെ ഒരു ശാന്ത സ്വഭാവമാണ് കാണിക്കുന്നത്. ഇത്രയ്ക്കും പാവമാണ്. കണ്ടില്ലേ, ഇതിന്റെ മണ്ടയിലൊക്കെ കേറി ഇരിക്കുവരെ ഒന്നും ചെയ്യത്തില്ല. വേണ്ട, പുറത്തിരിക്കുന്നതിന്റെ കൂട്ടാണ് ഇതിന്റെ പുറത്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഭയങ്കര ശാന്ത സ്വഭാവമായിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ 100 പോത്ത് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയൊരു പോത്ത് അതിനകത്ത് 2 ഒരെണ്ണോ കാണത്തുള്ളൂ. കണ്ടില്ലേ.